സംസ്ഥാനത്തെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് തുടരുന്നതിനിടെ വീണ്ടും ഗുണ്ട ആക്രമണം. ആലപ്പുഴ കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി. റെയിൽവേ ക്രോസിലിട്ട് യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. കഴിഞ്ഞ ദിവസം പോലീസും ഗുണ്ടാ സംഘവും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ആക്രമണം. സംഘർഷത്തിനിടെ നഷ്ടപ്പെട്ട ഗുണ്ടാ നേതാവിന്റെ ഫോൺ പോലീസിൽ ഏൽപ്പിച്ചതാണ് പ്രകോപനം. ക്രൂരമർദ്ദനത്തിൽ കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദിന്റെ വലത് ചെവിയുടെ കേൾവിശക്തി നഷ്ടമായി. സംഭവത്തിൽ 3 പേർ പോലീസ് പിടിയിലായി. ഈ കേസ് കൊടുത്ത എല്ലാവരും കയറി കിടന്ന് ഉറങ്ങും. കൊലക്കേസൊന്നുമല്ല, ജാമ്യം കിട്ടും. 15 ദിവസം ഹൈക്കോടതി വെച്ചിട്ടായാലും നീ പോയാലും പിന്നെ അല്ല എന്തിനാ നീ രാവിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. മനീഷ് മഹിപാലി വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനീഷ്, ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ആ ദൃശ്യം അത് പോലീസുമായി ഗുണ്ടകളുടെ സംഘർഷമാണ്. അതിൽ ഒരു ഗുണ്ടയുടെ ഫോൺ നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഫോൺ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഇന്നിപ്പോൾ മർദ്ദനമേറ്റ അരുൺ എന്നയാൾ. ഇതാണോ ഇപ്പോൾ ഇത്ര വലിയ പ്രകോപനത്തിന് ഇടയാക്കിയത്? പട്ടാപ്പകലാണ് ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പോലീസിന്റെ നോട്ടപ്പുള്ളികളാണോ ഈ ഗുണ്ടകൾ? അനുജ, വർഷങ്ങൾക്ക് മുൻപ് തുടർച്ചയായി ഉണ്ടായിരുന്ന കൊലപാതകങ്ങൾ, ഗുണ്ടാ വിളയാട്ടത്തിലൊക്കെ പോലീസിന് വലിയ തലവേദന ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു കായംകുളത്തെ ചില മേഖലകൾ. വീണ്ടും അവിടെ ഗുണ്ടകൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ ഗുണ്ടാ തലവന്മാർ, ഗുണ്ടാ നേതാക്കൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ സംഭവത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അനൂപ് ശ്രീധറിൻ്റെ പേര് അനൂപ് ശങ്കറിൻ്റെ പേരിൽ 17ഓളം കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ അനിയൻ തന്നെയാണ് രണ്ടാമത്തെ പ്രതി അഭിമന്യു സാഗർ. ഒപ്പം തന്നെ അമൽ ചിന്തു. അങ്ങനെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരും കൊടും ക്രിമിനലാണ് എന്ന വിവരമാണ് പോലീസ് പറയുന്നത്. ഇവർക്കെല്ലാവർക്കും 30 വയസ്സിന് താഴെ മാത്രമാണ് പ്രായമുള്ളത്. ഈ സംഭവത്തിന് ഇടയാക്കിയത് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് കൊറ്റംകുളങ്ങരയിൽ ഒരു വാറണ്ട് കേസ് പ്രതിയെ പിടികൂടാനെത്തിയ സമയത്താണ് അവിടെ ഇരുന്ന് പുകവലിച്ചിരുന്ന ഗുണ്ടാ നേതാവ് അനൂപ് ശങ്കറിനെ ചോദ്യം ചെയ്തു. പക്ഷേ ഇത് പോലീസുകാരാണെന്ന് അറിഞ്ഞിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തിയിലായിരുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറി. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഗുണ്ടാ നേതാവും തമ്മിൽ ഇടവെച്ച് സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷത്തിനിടെ വെച്ചാണ് ഗുണ്ടാ നേതാവിൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഈ മൊബൈൽ ഫോൺ പോലീസിനെ അരുൺ പ്രസാദ് എന്ന ഒരാൾ ഏൽപ്പിക്കുന്നു. അയാളുടെ വീട് ഇപ്പോൾ അറിയുന്നത് കോച്ചിറ, കൊല്ലം ഭാഗത്തുള്ള ഒരു സ്വദേശിയാണെന്നാണ്. അയാൾക്കാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. പിന്നീട് ഈ വിവരം അറിഞ്ഞ ഈ ഗുണ്ടാ സംഘം ഇയാളെ കായംകുളത്ത് തന്നെ ഒരു റെയിൽവേ ക്രോസിനടുത്തെത്തി 4 മണിക്കൂറോളം ക്രൂരമർദ്ദനത്തിനിരയാക്കി. കരിങ്കല്ല് കൊണ്ട് ചെവി അടിച്ചു പൊട്ടിച്ചു. ചെവിക്ക് വലത് ചെവിയുടെ ഡയഫ്രം പൊട്ടി. അത് ഭാഗികമായി കേൾവിശക്തി നഷ്ടപ്പെട്ടു. കമ്പി വടി കൊണ്ട് കാൽമുട്ടടിച്ചു പൊട്ടിച്ചു. വടിവാൾ ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു. അങ്ങനെ 4 മണിക്കൂറോളം 5 അംഗ സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു. അതിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. 3-ാം പ്രതിയെ പിടിച്ചിട്ടില്ല. 4-ാം പ്രതിയാണ് പിടിയിലായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. കായംകുളം DYSPക്ക് കൂടി ഈ അന്വേഷണത്തിന് ചുമതല കൊടുത്ത് എത്രയും വേഗം ഈ മുഴുവൻ പ്രതികളെ പിടികൂടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മർദ്ദനത്തിനിരയായ അരുൺ പ്രസാദും നിരവധി കേസുകളിൽ പ്രതിയാണെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ ഈ ഫോൺ കൊടുത്തതല്ലാതെ മറ്റു ചില വൈര്യവും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഈ ഫോൺ എടുത്ത് പോലീസിന്റെ പക്കലേക്ക് ഈ അനൂപ് ശങ്കറിന്റെ ഫോൺ എടുത്ത് കൊടുക്കാനുണ്ടായ കാര്യവും ഇവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യമായിരുന്നു. ഇത് കായംകുളത്തെയും ഓച്ചിറയിലെയും 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗം കൂടിയാണെന്നുള്ള പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ കേസിൽ കൂടുതൽ പ്രതികൾ കൂടി പുറത്തു വരുന്നതോടെ ഈ സംഭവത്തിന് കൂടുതൽ വ്യക്തത വരും. ഒപ്പം തന്നെ ഈ കായംകുളത്തെ ഗുണ്ടകളൊക്കെ തന്നെ അമർച്ച ചെയ്യാൻ പ്രത്യേക ഡ്രൈവ് കൂടി പോലീസ് രൂപീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്.
കായംകുളത്ത് പട്ടാപ്പകലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് കായംകുളത്തെയും ഓച്ചിറയിലെയും 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായാണ് ഉണ്ടായത് എന്നതാണ്. അതിന്റെ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും.